ഹലോ, ഹായ്. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാലക് പനീർ എന്നിട്ട് ഈ പാലക്കിൻ്റെ ചപ്പും പിന്നെ പനീർ ഇട്ടിട്ടുള്ള ഒരു പാലക് പനീറിൻ്റെ ഒരു കറി കാണിക്കാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ പാലക്കിൻ്റെ ചപ്പെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ട് ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വെക്കുക. വെള്ളം നല്ലോണം തിളക്കുമ്പോൾ ചപ്പ അതിലിട്ട് മൂടി വെക്കുക. പിന്നെ അതിൻ്റെ ശേഷം നിങ്ങൾ എല്ലാ കഷ്ണങ്ങളും വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, എല്ലാം മുറിച്ചിട്ട് വെക്കുക. പിന്നെ പനീരെടുത്ത് ഒരു ചീനച്ചട്ടിയിൽ ഒരു സ്പൂൺ പശു നെയ്യിട്ട് അതിൻ്റെ ശേഷം അതൊന്ന് വറുത്ത് കോരി വെക്കുക. വേറെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഐസിട്ട് കുറച്ച് വെള്ളവും പാർന്നിട്ട് ഐസ് വെള്ളത്തിൽ ഈ വെന്ത പാലക്കിൻ്റെ ചപ്പ് കോരിയിട്ട് അതിലിടുക. തിളക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ വെന്ത ചപ്പ് കോരി ഐസ് വെള്ളത്തിലിട്ടാൽ നമുക്ക് ആ പച്ച കളർ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അത് വേറൊരു കളറായി പോകും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങളൊരു ചീനച്ചട്ടി വെക്കുക, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കരുവേപ്പില, പിന്നെ ജീരകം മാത്രം, കടുക് വേണ്ട. പിന്നെ ഉള്ളി മുറിച്ചിട്ട് വെച്ചത് എല്ലാം ഇടുക. നല്ലോണം ഇളക്കി ശരിയാക്കുക. ഇഞ്ചി, പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ഉണ്ട്, അതിടുക. ഈ ആദ്യം മുറിച്ചിട്ടതിൽ ഇഞ്ചി ചെറുങ്ങനെ കഷ്ണമായിട്ട് വെളുത്തുള്ളി അതെല്ലാം ഇടുന്നുണ്ട്. പിന്നെ അതിൽ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇടുക. തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിടുക. എല്ലാം കൂടി ഇളക്കി അതിനെ ഇതായി വരുമ്പോൾ അതിലൊരു ലേശം പിന്നെ മഞ്ഞൾ, ലേശം മുളക്, കുറച്ച് ഗരം മസാല, പട്ട കറാമ്പെല്ലാം പൊടിച്ച ഗരം മസാല, ഒരു ലേശം പിന്നെ ഒരു 1/2 സ്പൂൺ കൊത്തമ്പരിപ്പൊടി. പിന്നെ നിങ്ങളെടുത്ത് എന്തെങ്കിലും മറ്റേ ഗരം മസാല എന്നാൽ വേറെ ഏതെങ്കിലും മസാല ഉണ്ട് ലേശം അതെല്ലാം പാറ്റുക. കുരുമുളക് പൊടി പാറ്റുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മേലെ ഇടുക. അതും എല്ലാം കൂടി ഇതിനെ ഇളക്കി നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് വേവിപ്പിക്കുന്ന പോലെയാക്കി എടുക്കുക. എല്ലാ മസാലയും ഉള്ളിയും ഈ തക്കാളിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അതിനെ ഇളക്കി നല്ല ഫസ്റ്റായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല ഇതാക്കിയിട്ട് എടുക്കുക. കുറച്ച് കൊത്തമ്പരി ചപ്പ് എടുത്ത് ചെറുങ്ങനെ മുറിച്ച് കഴുകി വൃത്തിയാക്കി ചെറുങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾ ഇളക്കി യോജിപ്പിച്ച് നല്ല മഞ്ഞളും മുളകും അണ്ടിപ്പരിപ്പും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനെ താത്തി വെച്ചിട്ട് അവിടെ മൂടി വെക്കുക, ഒന്ന് വെന്ത് കിട്ടുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ഈ ഐസ് വെള്ളത്തിലിട്ട് വെച്ചാൽ ചപ്പിനെ എടുത്ത് നല്ലോണം പീഞ്ഞ് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് ആ വെള്ളമെല്ലാം കളഞ്ഞ് കളയുക. പിന്നെ എന്നിട്ട് നിങ്ങളത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അതിനെ അരച്ചെടുക്കുക. അതിൻ്റെ ചപ്പിൻ്റെ കഷ്ണമോ ബേരോ ഒന്നും ഇല്ലാണ്ട് നല്ലോണം അരച്ചിട്ടെടുക്കുക. അപ്പോഴേക്ക് നമ്മൾ അടുപ്പത്തുള്ളതിനെ തണിയാൻ വെക്കുക. എല്ലാം അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് മസാലയെല്ലാം ഇട്ട് ഇതരച്ച് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം അതും തണിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് അതും നല്ലോണം അരച്ചിട്ട് വെക്കുക. കുട്ടികളിത് ചപ്പ് പരിപ്പിലിട്ടിട്ട് വെച്ചാലോ വെറുതെ വാജി വെച്ചാലൊന്നും തിന്നൂല. അപ്പോൾ കുട്ടിയൊക്കെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുക്കുമ്പോൾ കുട്ടിയൊക്കെ വലിയ ഇഷ്ടപ്പെടും. അതിൽ നല്ലോണം അരച്ച് നല്ല ഫസ്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിൽ നിങ്ങൾ ഒരു സ്പൂൺ പശു നെയ്യ് ഇടുക. പശു നെയ്യ് ഇട്ടതിന് ശേഷം ഇതവിടെ അതിൽ പറന്ന് തീത്താത്തി അവിടെ വെക്കുക. എന്നിട്ട് ഈ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ കൂടിയെല്ലാം മിക്സ് മസാലകൾ ഒരുക്കി വെച്ച് അതും മിക്സിയിലിട്ട് അതിനെയും നല്ലോണം അരക്കുക. നല്ല പശയാക്കി അരച്ചതിന് ശേഷം അതും എടുത്ത് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരച്ചിട്ട് നിങ്ങൾക്ക് അഥവാ നല്ല ഇതായിട്ടില്ല ഒരു തുള്ളി വെള്ളമെല്ലാം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് നല്ലോണം അരച്ചിട്ട് ഈ പാലക്കിൻ്റെ ഒഴിച്ച് അതിൽ തന്നെ ഇത് ഒഴിക്കുക. എന്നിട്ടെല്ലാം കൂടി ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ പനീരെല്ലാം വറുത്ത് വെച്ച പനീരിനെ നല്ലോണം ചെറുങ്ങനെ മുറിച്ചിടുക. എന്നിട്ട് ആ പനീരും എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ച് ഒന്ന് പതിച്ചിന്ന് കാണുമ്പോൾ പനീരും എടുത്ത് അതിൻ്റെ അകത്ത് ഇടുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നല്ലോണം തുള്ളി പതിച്ചതിൻ്റെ ശേഷം നിങ്ങളത് തീവന്താക്കുക. എന്നിട്ട് നിങ്ങൾ ക്രീമുണ്ട്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിൻ്റെ പാടിയും ഇടാം. ഇതെല്ലാം പതിച്ചൊന്ന് തുള്ളി പറിച്ച് പനീരും ഇതുമെല്ലാം കൂടി തുള്ളി പതിച്ചിന്ന് കാണുമ്പോൾ തീ വന്താക്കിയതിൻ്റെ ശേഷം ഈ ക്രീം നല്ലോണം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അധികം എരിവൊന്നും ഉണ്ടാവില്ല, കുരുമുളക് പൊടിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ എല്ലാം ഉണ്ടാവുള്ളൂ. എന്നാലും ആ ക്രീം ഒഴിച്ചതിൻ്റെ ശേഷം എരിവും കാര്യവും അധികം ഉണ്ടാവില്ല. അങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം വാങ്ങി വെക്കുക. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി, ബ്രെഡ്, പൂരി എന്തിൻ്റെ കൂടിയും നിങ്ങൾക്ക് തിന്നാം, ചോറിൻ്റെ കൂടിയും തിന്നാം. ഇത് റെഡിയായി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ബായ്.